കഴിഞ്ഞ ഒരു 3-3.5 വർഷക്കാലമായിട്ട് എംപവർ ഫാമിലിയോടൊപ്പം തന്നെ നല്ല രീതിയിൽ ആക്റ്റീവായി നിന്നുകൊണ്ട് നല്ലൊരു വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഇപ്പോൾ തഫ്സീന പറഞ്ഞതുപോലെ ഒരുപാട് പേരെ നല്ല രീതിയിൽ അവരുടെ ലൈഫ് ചേഞ്ചിങ്ങിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ എനിക്ക് ഏറ്റവും എന്താ പറയാ പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായിട്ട് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ആ 5 വർഷക്കാലമായിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്. ഇന്നും അതുപോലെ തുടർന്ന് വരുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു 3 വർഷം മാത്രമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 3-3.5 വർഷം മാത്രമായിട്ടുള്ള ഞാൻ എങ്ങനെ ഈ ഒരു ഫാസ്റ്റ് ട്രാക്കിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ജേണിയുടെ ഭാഗമായിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഷനേറ്റ് ആയിട്ട് എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെ, പാഷനേറ്റ് ആയിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ദൈവം അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് നമ്മളെ അവിടേക്ക് എത്തിക്കും എന്നുള്ള കാര്യം 100% ഷുവർ ആണ്. ആ ഒരു രീതിയിലാണ് ഇന്ന് എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ഞാൻ വരുമ്പോൾ എന്നെ ലീഡ് ചെയ്തിരുന്ന, എനിക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്ന ആൾക്കാരോടൊപ്പം എത്താൻ സാധിച്ചതും ഇന്ന് എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും ഞാനൊരു ടീമിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളല്ല. ഇപ്പോ എമർജിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്നിലൂടെ ഉണ്ടായ ഒരു ടീമാണെങ്കിൽ അതുപോലെ ഇന്ന് ഒരുപാട് ടീമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയതായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇന്ന് ഞാൻ നിർവഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എംപവറിന്റെ ഭാഗമായിട്ട് ഓരോ വ്യക്തിയെയും കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതും, എംപവറിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ വരുമാനം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും, അവരെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതും, അവരുടെ പേഴ്സണൽ ലൈഫിലും അവരുടെ പ്രൊഫഷണൽ ലൈഫിലും ഒരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളതുമാണ് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ എൻ്റെ ഒരു മോട്ടോ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും എംപവറിലേക്ക് എത്തിയത് ഒരു 3-3.5 വർഷക്കാലമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എംപവർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് കോയിൻ ഫോർജ് എന്നുള്ള ഈ ഒരു പ്രൊജക്റ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇന്നൊരു ടെക്നിക്കൽ വർക്ക്ഷോപ്പാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കൂടി ഞാനതൊരു ടെക്നിക്കൽ വർക്ക്ഷോപ്പ് മോഡലല്ല ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നു കഴിഞ്ഞാലേ കാര്യമുള്ളൂ അല്ലെ. നിങ്ങളെല്ലാവരും, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങളെല്ലാവരും നിർബന്ധമായും എടുത്തിരിക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ChatGPT ആണ്. ഓക്കെ, ChatGPT യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രൊജക്റ്റുമായി ബന്ധമില്ലാത്തൊരു ChatGPT എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ള എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോ അറ്റ്ലീസ്റ്റ് ഒരു വീട്ടമ്മമാരുടെ അടുത്ത് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മീൻകറി എങ്ങനെ വെക്കാന്നുള്ളത് നമ്മളെക്കാൾ ഉപരി എന്ത് ചെയ്യാം, ChatGPTക്ക് അറിയാം. നല്ല രീതിയിൽ ഒരു ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും ChatGPTക്ക് അറിയാം. വളരെ ചെറിയ രീതിയിലുള്ള പൊടിക്കൈകൾ ചോദിച്ചു. അപ്പൊ എന്തായാലും കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് 100% എന്താണ്, ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആണ്. ആ ഒരു കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയവും വേണ്ട. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരാളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് ആണെന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിന്റെ പ്രത്യേകത എന്താന്നുള്ളത് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ChatGPTയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതിനേക്കാൾ ഉപരി അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയ പാട് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതും അതിനെ പഠിച്ചെടുക്കുക എന്നുള്ളതുമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അപ്പോൾ എന്തായാലും ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, മാർക്കറ്റിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് സെൻട്രലൈസ്ഡ് സിസ്റ്റങ്ങളായിരുന്നെങ്കിൽ ആ സെൻട്രലൈസ്ഡ് സിസ്റ്റങ്ങൾക്കൊക്കെ ഒരു അതോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിംഗിൾ പേഴ്സൺ ആണ് അതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ, ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആദ്യത്തിൽ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള ഒരു വാക്കാണ്. ഓക്കെ, ഇതിനെ നമ്മൾ ക്രമത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നല്ല രീതിയിൽ ഒരാളുടെ അടുത്ത് പ്രസന്റേഷൻ നല്ല ഒരു മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, ഒരു സിംഗിൾ പേഴ്സന്റെ കൺട്രോൾ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു അതോറിറ്റിയുടെ കൺട്രോൾ ഇല്ലാതെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് പാർട്ടിസിപ്പൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഗ്ലോബലി എന്ത് ചെയ്യുന്നത്, ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു കമ്മ്യൂണിറ്റി ഡ്രൈവൺ ആണ് എപ്പോഴും എന്ത് ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ അറിയാം, ഒരു സെൻട്രലൈസ്ഡ് ട്രഡീഷണൽ ബാങ്കിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സെൻട്രലൈസ്ഡ് ആണ്. അവിടെ ഫുൾ ആയിട്ട് അതിന്റെ കൺട്രോൾ വരുന്നത് എന്താണ്, അതിന്റെ അതോറിറ്റിക്കാണെങ്കിൽ. ഇവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ സിസ്റ്റം
എങ്ങനെയാണ് റൺ ചെയ്യുന്നത്. ഇപ്പോൾ സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞു അതോറിറ്റി ഉണ്ട്, അവരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവും, ഒരു ബാങ്കിലെ സ്റ്റാഫ് ഉണ്ടാവും, അസിസ്റ്റന്റ് മാനേജർ ഇവരൊക്കെയാണ് അവരുടേതായിട്ടുള്ള നോഡുകളിൽ, അവരുടേതായിട്ടുള്ള സിസ്റ്റങ്ങളിൽ അവർക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. അപ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഇതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് ഒന്നുകൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന സിസ്റ്റമാണ് ഒരു വലിയ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു കോർ കോൺസെപ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു കോർ കോൺസെപ്റ്റിനെ റൺ ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ആ റൺ ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് എന്ത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി. ഓക്കെ, അപ്പോൾ അതിനെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി എങ്ങനെ റൺ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഫിനാൻസ്, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് നമുക്ക് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ കൺട്രോൾ ഇല്ലാതെ ജസ്റ്റ് ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരുപാട് ബ്ലോക്കുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇത് കടന്നു പോകുന്നത്. ഓക്കെ, ഒരുപാട് ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സൂം മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ബ്ലോക്കുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ 29 പേര് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളും ഓരോ ബ്ലോക്കുകളാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഓരോ വ്യക്തികളും എന്താണ്, ഓരോ ബ്ലോക്കുകളാണ്. അപ്പൊ ഒരു ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിലൂടെ അല്ലെങ്കിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ഡാറ്റ ട്രാൻസാക്ഷൻ നടക്കുന്നതെന്ന് പറയുന്നത്, ഇപ്പൊ ഞാനും സുമേഷ് സാറും തമ്മിൽ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ നോഡിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അത് സുമേഷ് സാറിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഓരോ വ്യക്തികളും എന്ത് ചെയ്യണം, അതിനെ വെരിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മാനിപ്പുലേഷൻ കൊണ്ടുവരാൻ സാധിക്കില്ല. നിങ്ങൾക്ക് അവിടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പിടിച്ചുവെക്കൽ സാധ്യമല്ല. നിങ്ങൾ അവിടെ നിങ്ങളുടേതായിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള വ്യക്തികൾ എന്ത് ചെയ്യും, അതിനെ വെരിഫൈ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തെ വിശ്വസിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ബിൽഡ് ട്രസ്റ്റ് വിത്തൗട്ട് എ മിഡിൽ മാൻ ആണ്. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മിഡിൽമാന്റെ സഹായം ഇല്ലാതെ നമുക്ക് പൂർണ്ണമായും ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഫ്രോഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല, മാനിപ്പുലേഷൻസ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ നമുക്കൊരു ഫ്രീഡം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ആവുന്നുണ്ട്. ഫ്രീസ് ആവുന്നത് എന്തുകൊണ്ടാണ്, അവിടെ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ അത് ഫ്രീസ് ആവുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീഡം ആണ്. വെബ് 3 എത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, വെബ് 1 ഉണ്ടായിരുന്ന നമുക്ക് റീഡ് മാത്രമായിരുന്നെങ്കിൽ വെബ് 2 എത്തിയ സമയത്ത് അത് റീഡ് റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരുന്നെങ്കിൽ, നമ്മളൊക്കെ ഇപ്പോൾ റീഡ് ആൻഡ് റൈറ്റിന്റെ ഓപ്ഷനിലാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വെബ് 2 നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വെബ് 3 എത്തുന്ന സമയത്ത് അവിടെ എന്തുണ്ട്, നമ്മൾ ഓരോ വ്യക്തികൾക്കും അവിടെ ഓണർഷിപ്പ് കിട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് വെബ് 3 ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി ആണ്. എന്തുകൊണ്ടാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇവിടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ് നമുക്ക് ഇതിന് ഒരു ട്രാൻസ്പെറൻസി എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനെ തരുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ട്രാൻസ്പെറൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി ഏത് ബ്ലോക്ക് ചെയിൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുക. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന കോയിൻ ആണെങ്കിൽ, ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വെബ് 3 കാര്യത്തിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ഓക്കെ, ലോകത്തിലെ ആദ്യമായിട്ട് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി അവതരിപ്പിച്ചിട്ടുള്ളത് ഈ പറയുന്ന ബിറ്റ്കോയിനിലാണ്. ഓക്കെ, 2008 അതിന്റെ വൈറ്റ് പേപ്പർ വന്നു. 2009 ബിറ്റ്കോയിൻ എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു.
ആദ്യമായി ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അവിടെയാണ് സതോഷി നാക്കാമോട്ടോ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആദ്യമായിട്ട് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതിനും വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ള ആശയം വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ഐഡിയ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തികൾക്കും ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകൾ ഉണ്ടാവും, പക്ഷെ ഐഡിയ എന്ന് പറയുന്നത് അത് എപ്പോഴും എന്താണ്, നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന സാധനമാണെങ്കിൽ അതിനെ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം നമ്മൾ അല്ലെ. അപ്പൊ ആ രീതിയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയിലാണ്. നമുക്കറിയാം ബിറ്റ്കോയിനിൽ ഉപയോഗിച്ചിരിക്കുന്ന ബിറ്റ്കോയിന്റെ തന്നെ ബ്ലോക്ക് ചെയിൻ ആണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് എത്തേറിയം ആണ്. ഓക്കെ, 2014 എത്തേറിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ വന്നിട്ടുള്ളത്. എത്തേറിയം ബ്ലോക്ക് ചെയിൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു റവല്യൂഷണറി ഈ ബ്ലോക്ക് ചെയിൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. 2014 ഈ ഒരു എത്തേറിയം വരുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ മാറ്റങ്ങളും, അത് എല്ലാ രീതിയിലുമുള്ള ക്രിപ്റ്റോ കറൻസിയിൽ മാത്രമല്ലാതെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്തു, ഫുഡ് സപ്ലൈ ചെയിൻ അതുപോലെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് അതിനെ കണക്ട് ചെയ്തു. ജസ്റ്റ് ആദ്യം ഉണ്ടായിരുന്നത് ക്രിപ്റ്റോ കറൻസിയിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഗവേണൻസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ മണിയുടെ കാര്യത്തിലായാലും ഡാറ്റയുടെ കാര്യത്തിലായാലും നമ്മുടെ ബാക്കിയുള്ള ഓരോ മേഖലകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്തുണ്ട്, ഇന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണക്കാരായിട്ടുള്ളത് എത്തേറിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ആണ്. ആ എത്തേറിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിന്റെ സെക്കൻഡ് ലെയർ, അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു സെക്കൻഡ് ലെയർ ആയിട്ടുള്ള പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലാണ് എന്ത് നമ്മുടെ ഈ ഒരു പ്രൊജക്ട് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രൊജക്ട് റൺ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തിനാണ് ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലോക്ക് ചെയിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി എന്ന് പറയുന്ന DLT, ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി. ആരെങ്കിലും ബ്ലോക്ക് ചെയിന്റെ മറ്റൊരു പേര് ചോദിക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി, DLT. ഓക്കെ, അപ്പൊ ഈ ഒരു ടെക്നോളജിയിൽ തന്നെ ഇതിൽ തന്നെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് അല്ലെ. എന്താണ്, ഒരു വ്യക്തി അല്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ്, ലെഡ്ജറുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ടെക്നോളജി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇമ്മ്യൂട്ടബിൾ ആണ്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ആർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിർത്തലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൺസ് റെക്കോർഡ് ആയി കഴിഞ്ഞാൽ, ഒരു തവണ ഒരു ഡാറ്റ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡ് ആയി കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും തന്നെ ചേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഇല്ല. ഒരാൾക്കും തന്നെ ചേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ആ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആണ്, ട്രാൻസ്പെറൻസി ആണ്. ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ ട്രാൻസ്പെറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു തവണ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോ സുമേഷ് സാറിന്റെ അല്ലെങ്കിൽ ഒരു സമീറ മേഡത്തിന്റെ അല്ലെങ്കിൽ ഒരു സഹിയ മേഡത്തിന്റെ അല്ലെങ്കിൽ ഒരു നുസ്രത്ത് മേഡത്തിന്റെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് ലോകത്തില് ആ ഒരു ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡാറ്റ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ഓരോ വ്യക്തികളുടെയും റിസീവിങ് അഡ്രസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ വാലറ്റ് അഡ്രസ് എന്ന് പറയുന്ന ആ അഡ്രസ്സിനെ നമുക്ക് കോപ്പി ചെയ്തുകൊണ്ട് നമ്മുടെ ട്രാൻസാക്ഷനുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കി കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിഗൺ സ്കാൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഗൂഗിളിൽ നമ്മൾ പോയിട്ട് പോളിഗൺ സ്കാൻ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ അഡ്രസ് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിലൂടെ നടന്നിട്ടുള്ള ട്രാൻസാക്ഷനുകളെ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളിലേക്ക് എത്തിയിട്ടുള്ള ട്രാൻസാക്ഷനുകളെ നമുക്ക് കാണാൻ സാധിക്കും. വേറൊരു വ്യക്തി ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ കാണാൻ സാധിക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, അപ്പോ ഇതിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് സെക്യൂർ ആണെന്ന് പറയുന്നത്, 100% സെക്യൂരിറ്റി നമ്മൾ ഇതിന് പറയുന്നുണ്ട് അല്ലെ. ആ ഒരു സെക്യൂരിറ്റി പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പറയുന്നത് ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം. ഓക്കെ, ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം ആണ് ഈ ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാല് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ടെക്കി ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടെക്കി എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എനിക്കൊരു 2-3 മണിക്കൂർ വേണ്ടി വരും. പക്ഷെ എന്നേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യാൻ ഒരു 10-15 മിനിറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡാറ്റ ട്രാൻസാക്ഷൻ നടക്കുന്ന സെക്കൻഡുകൾ എത്രയാണെന്നുള്ളത് നമ്മളൊന്ന് നോക്കാം. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു USDT അയച്ചു കൊടുക്കുക വെച്ച് കഴിഞ്ഞാല് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്,
വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അത് ആർക്കാണോ ലഭിക്കേണ്ടത് ആ വ്യക്തിയിലേക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത എന്താണ്? 0% എന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു 51% അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഓക്കെ, ഈ ഒരു ട്രാൻസാക്ഷനുകളെ അറ്റാക്ക് ചെയ്യാൻ 51% മാത്രമാണ് ട്രൈ ചെയ്തിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് പോലും ആരാണ്? ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. കാരണം എന്താണ്? അവരുടെ ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആണോ, അല്ലെങ്കിൽ അതിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്, കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ്ലി എന്താണ്, നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ആരും തന്നെ ആ ഒരു കാര്യത്തിൽ എന്ത് വേണ്ട, യാതൊരു സംശയവും വേണ്ട. ഇൻ കേസ് ഇതിന്റെ ഡെവലപ്പർ ഇതിനെ നിർത്തിപ്പോയി കഴിഞ്ഞാലും ഡെവലപ്പർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? എനിക്കിതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് എന്റെ ബാക്കിയുള്ള പ്രൊജക്ടുകൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പർക്ക് വേണമെങ്കിൽ അത് നിർത്താം അല്ലെ. പക്ഷേ ഇതുവരെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോയിൻ ഫോർജിന്റെ ഫോർജറൈസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കാരണവശാലും ഇതിന്റെ ഡെവലപ്പർക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊജക്ടിനെ എന്ത് ചെയ്തിട്ടുള്ളത്, വളരെ സീരിയസ് ആയി വളരെ പാഷനേറ്റഡ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞാല് ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺസെപ്റ്റിന്റെ, ഒരു കോർ കോൺസെപ്റ്റിന്റെ ഏറ്റവും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കാര്യമാണ് എന്ത്? നമ്മുടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി. ഓക്കെ, ഈ ഒരു കാര്യം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോൾ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ഓക്കെ, ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോൾ ഇല്ലാതെ ആ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മൾ എന്ത് പ്രോഗ്രാമാണ് ചെയ്യുന്നത്? പേരാണ് സ്മാർട്ട് കോൺട്രാക്ട്. ഓക്കെ, അപ്പോ ഇതിനെ എല്ലാത്തിനെയും ഓട്ടോമാറ്റ് ചെയ്യുന്ന സിസ്റ്റത്തെ പറയുന്ന പേരാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്മാർട്ട് കോൺട്രാക്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഒരുപാട് ഫിസിക്കൽ എഗ്രിമെന്റുകളാണ് അല്ലെ. ഒരു പ്രോപ്പർട്ടി എടുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഒരു ഫിസിക്കൽ എഗ്രിമെന്റ് ആണെങ്കിൽ ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ കോൺട്രാക്ട്, ഒരു ഡിജിറ്റൽ എഗ്രിമെന്റ് ആണ്. ഇതിനെ കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇംഗ്ലീഷ് വേർഡുകൾ കൊണ്ടല്ല. ഓക്കെ, ഇതിനെ ഒരു കോഡിങ്, ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് മെഡിക്കൽ കോഡിങ് പോലെയുള്ള കാര്യങ്ങൾക്കാണ് അല്ലെ. അങ്ങനെയുള്ള ഒരുപാട് മേഖലയിൽ എന്തുണ്ട്, കൃത്യമായിട്ട് അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോഡിങ്ങുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ വർക്ക് ചെയ്യുന്നത് ഒരു കോഡിങ്ങിലൂടെയാണ്. ആ കോഡിങ്ങിൽ എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് അതിനെ ബ്ലോക്ക് ചെയിനിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതെന്താവുന്നത്, ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നുള്ളൂ. അവിടെ കൃത്യമായിട്ട് എന്താണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനെ ഓട്ടോമാറ്റിക്കലി റൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു പെർഫോമൻസ്, ഇതിനകത്ത് നടക്കുന്ന എല്ലാ ആക്ഷൻസും വിത്തിൻ സെക്കൻഡിനുള്ളിൽ നടക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇത് ഓട്ടോമേറ്റഡ് ആയതുകൊണ്ടാണ്. അതായത് ഇവിടെ എന്തില്ല, ഒരു ഇന്റർമീഡിയറ്റ് ഇല്ല, ഒരു എന്താ പറയാ, ഹ്യൂമൻ എറർ സംഭവിക്കുന്നില്ല അല്ലെ. ഇപ്പൊ നമ്മൾ വ്യക്തികൾക്കാണ് ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യാറ്, സാധാരണ രീതിയിൽ എറർ സംഭവിക്കുക, നമുക്കൊക്കെ എറർ സംഭവിക്കാറുണ്ട്. പക്ഷെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാം എങ്ങനെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അതാണ് ഞാൻ വീണ്ടും ഈ ഒരു പ്രോഗ്രാമിലുള്ള അത്രയും വലിയ ട്രസ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നത് അത് തന്നെയാണ്. എങ്ങനെയാണോ ഇതിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ രേഖപ്പെടുത്തിയതിനെ ബ്ലോക്ക് ചെയിനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിട്ട് മാറുന്നു. ഓക്കെ, എങ്ങനെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത്, നമുക്കറിയാം ഈ ഒരു പ്രോഗ്രാമിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് 40% റഫറൽ കമ്മീഷൻ കിട്ടും. അത് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8% വീതം നമുക്ക് ലെവൽ കമ്മീഷൻ കിട്ടും. അതുകൂടാതെ നമ്മുടെ മൂന്നാമത്തെ സ്മാർട്ട് കോൺട്രാക്റ്റിന്റെയും ആറാമത്തെ സ്മാർട്ട് കോൺട്രാക്റ്റിന്റെയും 40% നമ്മൾ ഇതിലെ ഗ്ലോബൽ ഷെയർ എന്നുള്ള രീതിയിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിന്റെ 20% കൃത്യമായിട്ട് ഇതിന്റെ ഡെവലപ്മെന്റ് ഫണ്ടിലേക്ക് പോകണം. അതിൽ നിന്ന് തന്നെ അതിനെ റോയാലിറ്റിയിലേക്ക് മാറ്റി വെക്കുന്ന സിസ്റ്റവും അതിനെ തന്നെ ഈ ഒരു രീതിയിൽ ഈ ഒരു പ്രൊജക്ടിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് മാറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ബ്ലോക്ക് ചെയിനിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങളെ ഒരു തരത്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ഡീസെൻട്രലൈസ്ഡ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന
ട്രസ്റ്റോട് കൂടിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെയാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്? നമുക്ക് 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പോ നാലാമത്തെ ഒരു കാര്യം നമുക്ക് അറിയേണ്ട എന്താണ്? അപ്പൊ നാലാമതായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ ആണ്. ക്രിപ്റ്റോ, ഓക്കെ, നമുക്കറിയാം ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്. ആ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ റൺ ചെയ്യുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് അവിടെ ഉപയോഗിക്കാനായിട്ട് എന്ത് വേണം? ഒരു കറൻസി ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കാനായിട്ട് നമുക്കൊരു എലമെന്റ് ആവശ്യമാണ് അല്ലെ. ഇപ്പൊ നമ്മള് ഗൂഗിൾ പേ ത്രൂ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ ATM കാർഡ് ത്രൂ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെയൊക്കെ നമ്മളൊരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ കീഴിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു വെബ് 3യിലേക്ക് എത്തുന്ന സമയത്ത്, ഓക്കെ, നിങ്ങൾക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയാം, ഒരു വെബ് 3യിലേക്ക് എത്തുന്ന സമയത്ത് ആ വെബ് 3യിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാമുകളും ഏതിനെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും? ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും. ഓക്കെ, വെബ് 3 പ്രോഗ്രാമുകൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയെ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും. വെബ് 3 പ്രോഗ്രാമുകൾ എല്ലാം തന്നെ എന്തല്ല, ഡീസെൻട്രലൈസ്ഡ് അല്ല. ഓക്കെ, വെബ് 3 പ്രോഗ്രാമുകൾ എല്ലാം തന്നെ എന്തല്ല, ഡീസെൻട്രലൈസ്ഡ് അല്ല. അതിനകത്ത് എന്തുണ്ട്? സെൻട്രലൈസ്ഡ് സിസ്റ്റങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തെ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. ഓക്കെ, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എന്താണ്, ഒരു മിഡിൽ മാന്റെ കൺട്രോൾ, ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോൾ ഒക്കെ തന്നെ അവിടെ വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് വെബ് 3 സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലെ ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാമുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് പ്രോഗ്രാം ആണ്. അപ്പൊ ആ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ എന്ത് വേണം? ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഗ്യാസ് ഫീസ് എന്ന് പറയും. ഓക്കെ, ഓരോ ട്രാൻസാക്ഷനകത്ത് നമ്മുടെ സംതിങ്, നമ്മളിവിടെ പോളിഗൺ എന്ന് പറയുന്ന ഒരു ടോക്കൺ, ഒരു കോയിൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പോളിഗന്റെ ബ്ലോക്ക് ചെയിനിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ട്രാൻസാക്ഷനുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്യാസ് ഫീസ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്മീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു രീതിയിൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പോളിഗൺ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷന്റെ കാര്യത്തെ പറയുന്ന പേരാണ് ഗ്യാസ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗ്യാസ് ഫീസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? പോളിഗൺ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയാണ്. ഓക്കെ, അപ്പോ ഇത് നമുക്ക് ജസ്റ്റ് എന്താണ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലുള്ള പേയ്മെന്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? ക്രിപ്റ്റോ കറൻസി ആണ്. അത് കൂടാതെ റിവാർഡുകളായിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്രിപ്റ്റോ കറൻസികളാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഫീ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, വിത്തൗട്ട് ബാങ്ക് ആണ്, ഓൾ വിത്തൗട്ട് ബാങ്ക് അല്ലെ. നമുക്ക് ഒരു ബാങ്കിന്റെ സഹായം ആവശ്യമുണ്ടോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ക്രിപ്റ്റോ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരാവശ്യവുമില്ല. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക, ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ കീഴിലാണ് നമ്മളൊരു ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു പേയ്മെന്റ് ട്രാൻസാക്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എക്സ്ചേഞ്ച് ഫീ കൊടുക്കേണ്ടി വരും. അത് കൂടാതെ നമ്മൾ അയക്കുന്ന തുകക്ക് ഒരു കൺട്രോൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് പേയ്മെന്റ് അയക്കാൻ പറ്റില്ല. എനിക്ക് ഇവിടുന്ന് US പേയ്മെന്റ് അയക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് എന്ത് വേണം? കൃത്യമായി അതിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. പക്ഷെ ഒരു വെബ് 3യിലുള്ള ഒരു ബ്ലോക്ക് ചെയിൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് ക്രിപ്റ്റോ കറൻസി ലോകത്തിലെ ഏത് രാജ്യങ്ങളിലേക്കും എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു യൂസ് കേസസ് നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പേ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഗ്യാസ് ഫീസ് ആണ്. ഓക്കെ, ക്രിപ്റ്റോ കറൻസിയുടെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഉപകാരങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ പവറിങ് സ്മാർട്ട് കോൺട്രാക്ട്, ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിനെ പവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും എന്ത് വേണം? ക്രിപ്റ്റോ കറൻസീസ് വേണം. അത് മാത്രമല്ല, ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിനകത്ത് അതിന്റെ പാർട്ടിസിപ്പൻസിന് കൃത്യമായിട്ട് വരുമാനം ലഭിക്കണമെങ്കിൽ, റിവാർഡുകളായിട്ട് ലഭിക്കണമെങ്കിൽ, അതിനും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മണി ഓഫ് റിവാർഡ് ദാറ്റ് ഫ്യൂവൽസ് ദ ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന എക്കോസിസ്റ്റത്തെ നിലനിർത്തുന്ന ഒരു ഇന്ധനമാണ് എന്ത്? ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസി ഇല്ലാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയിൽ
കൂടുതലായിട്ട്. നിലവിലുള്ള കാര്യം ഞാൻ പറയുന്നത്, ഭാവിയിൽ അതിൽ മാറ്റം വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ക്രിപ്റ്റോ കറൻസി നമുക്ക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന എക്കോസിസ്റ്റം ലോകത്ത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് കുറെ കൂടെ നല്ല രീതിയിൽ കാര്യങ്ങളെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ അതോറിറ്റിയുടെ കൺട്രോൾ ഇല്ലാതെ നടക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് അതിന്റെ സെക്യൂരിറ്റിയാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലെഡ്ജർ ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാനിപ്പുലേഷൻസോ എഡിറ്റിങ്ങോ ഡിലീറ്റിങ്ങോ ഒന്നും തന്നെ നടക്കില്ല. ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ റൂൾസിനെ പറയുന്ന ഒരു കാര്യമാണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ റൂൾസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുക, മാനുവൽ അല്ല, അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് വരുന്നില്ല, അവിടെ ഒരു ഹ്യൂമന്റെ എററും അവിടെ സംഭവിക്കുന്നില്ല. എന്താണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനെ ആ ഒരു രീതിയിലേക്ക് പോകുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഫാഹിം മോന്റെ എന്താ പറയാ ഒരു സത്യസന്ധതയ്ക്കുള്ള കാര്യമായിരുന്നെങ്കിൽ, രണ്ടാമതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി എന്താണ് നമുക്ക് അസറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വെക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിയമസാധുതയിലേക്ക് നമുക്ക് ഏതൊരു കാര്യം വരുന്ന സമയത്തും എന്താണ് അതിന് ഭയങ്കരമായിട്ടുള്ള ചലഞ്ചുകൾ ഉണ്ടാവും. ഇപ്പോ നമ്മുടെ നാട്ടിലെ കമ്പ്യൂട്ടർ വന്ന സമയത്ത് അതിനെതിരെ സമരം ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ. പക്ഷെ ഇന്ന് ആ കമ്പ്യൂട്ടർ ഒഴിച്ചുകൂടാനാവാത്ത രീതിയിലേക്ക്, ഇന്ന് ആ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ലാപ്ടോപ്പ് ആക്കിയിട്ടും ടാബ് ആക്കിയിട്ടും നമ്മുടെ മൊബൈൽ ഫോണിന്റെ സിസ്റ്റത്തിലേക്കൊക്കെ കറക്റ്റ് ഇന്റർനെറ്റിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഈ പറയുന്ന പോലെ ക്രിപ്റ്റോ കറൻസി ഒക്കെ എന്താണ് നമുക്ക് ആ ഒരു രീതിയിലേക്ക് എത്തും. പക്ഷെ ഇതിന്റെ തുടക്ക കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഒരു സ്ട്രഗിൾ നേരിടേണ്ടി വരും. പക്ഷെ ആ ഒരു സ്ട്രഗിളിനെ നമ്മൾ നേരിടാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ അസറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് നമ്മൾ എപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു എക്കോണമിക് ലെയർ എന്ന് പറയുന്നത്, അതിന്റെ ഒരു അടിസ്ഥാനപരമായിട്ട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് എന്ത്, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണെങ്കിൽ, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ, സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് അതിന്റെ ഒരു റൂൾ ആണെങ്കിൽ, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു വാല്യൂ ആണ്, അതിന്റെ ഒരു റിവാർഡായിട്ട് നമുക്ക് കിട്ടുന്നതാണ്, അതിന്റെ ഒരു ഗ്യാസ് ഫീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു 4 കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും പിടിച്ചു കയറാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു വലിയ അവസരം, അല്ലെങ്കിൽ ഒരു വലിയ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. അതാണ് എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. ഇവിടെ ഒരാളെയും വീഴ്ത്താൻ സമ്മതിക്കാതെ എല്ലാവരെയും കൈ പിടിച്ചു ഉയർത്താൻ എന്തുണ്ട്, ഇവിടെ എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോ ആ ഒരു വീഴ്ചയിൽ നിന്ന് നിങ്ങളെ പിടിച്ചുയർത്തി കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം വെക്കുന്ന ഒരടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും അത് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് നൽകും. ആ ഒരു കരുത്ത് എന്തായാലും എംപവറിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു പ്രൊജക്ടിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഏറ്റെടുക്കുക. എനിക്കുന്നത് എന്തായാലും ഈ ഒരു 4 കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. എത്ര പേര് ഇതിനെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. ക്രിപ്റ്റോ കറൻസി അല്ല നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത്, സ്മാർട്ട് കോൺട്രാക്ട് അല്ല നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത്, ബ്ലോക്ക് ചെയിൻ അല്ല നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത്. നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത് എന്താണ്, ഡീസെൻട്രലൈസേഷൻ. ഈ ഒരു സിസ്റ്റമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, വലിയ രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഐഡിയോളജിയാണ് ഇത്രയും വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഐഡിയോളജിയെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ് എന്ത്, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അതിലെ ഒരു മിഡിൽ മാന്റെ സഹായം ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇവിടെ എന്ത് വേണം, ഒരു ട്രാൻസാക്ഷൻ ഫീ വേണം. ഒരു റിവാർഡ് കൊടുക്കണമെങ്കിൽ, ഇവിടെ ഒരു പേയ്മെന്റ് മെത്തേഡ് നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, ക്രിപ്റ്റോ കറൻസി വേണം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇനി വരാനിരിക്കുന്നത്
വളരെ മനോഹരമായിട്ടുള്ള ദിവസങ്ങളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു പ്രീമിയം സ്മാർട്ട് കോൺട്രാക്ട് വരാനിരിക്കുന്നുണ്ട്. നമ്മുടെ റോഡ് മാപ്പിലൊക്കെ കണ്ടതുപോലെ റോഡ് മാപ്പിൽ കണ്ട കാര്യങ്ങളെ ഒരു കാര്യത്തിൽ മാത്രം ഒതുക്കി അതിനെ എന്താ പറയാ കൃത്യമായി അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിലൂടെ ഒരു വരുമാനം അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു കമ്പനി അല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു എക്കോ സിസ്റ്റത്തിനകത്താണ് ഉള്ളത്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു എക്കോ സിസ്റ്റം ആണെങ്കിൽ അതുപോലെയുള്ള ഒരു എക്കോ സിസ്റ്റത്തിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് ഇതിന്റെ റോഡ് മാപ്പിലെ ഒരു സെക്കൻഡ് പ്രോഗ്രാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള പ്രോഗ്രാമിനേക്കാൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തെക്കാൾ ഒരുപാട് നല്ല രീതിയിൽ വരുമാനം ലഭിക്കും എന്നുള്ള ഒരു സൂചന എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഓരോ വ്യക്തികൾക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് മാറ്റേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് അല്ലെ. നമ്മളൊരു പ്രോഗ്രസ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മളൊരു ഗ്രോവിങ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പ്രൊജക്റ്റിനെ ഏറ്റെടുക്കുക. നമുക്ക് എന്തായാലും വരാനിരിക്കുന്ന പ്രീമിയം സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ നല്ല രീതിയിലുള്ള വരുമാനം ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം ഓരോ വ്യക്തികൾക്കും ഉണ്ട്. ആ അവസരം എല്ലാവരും കൃത്യമായിട്ട് യൂസ് ചെയ്യുക. ആ ഒരു ഫസ്റ്റ് ഡേയിൽ തന്നെ ആ പ്രീമിയം സ്മാർട്ട് കോൺട്രാക്റ്റിനെ ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോ വ്യക്തികളും തയ്യാറാവുക. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു കോയിൻ ഫോർജ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വ്യക്തികൾക്കും വന്നിട്ടുള്ള ഓരോ പ്രയാസങ്ങൾ ഉണ്ടാവും അല്ലെ, ഓരോ ചലഞ്ചുകൾ ഉണ്ടാവും. ആ ചലഞ്ചുകളെ ഓവർകം ചെയ്യാനുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് ഏറ്റെടുത്തിട്ടുള്ളത്. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിയതിന്റെ പേരിൽ നിങ്ങൾ ഒരാളുടെയും ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാണ്, പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു $50 $150 $300 അതുമല്ലെങ്കിൽ ഒരു $500 അതുമല്ലെങ്കിൽ ഒരു $750 നിങ്ങൾ എത്തിപ്പെടേണ്ടത് $1050 ഒരു ഫസ്റ്റ് മൈൻഡ് സെറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ ഒരു $1050 ഞാൻ ഈ പറഞ്ഞ $50 നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ആ ടോക്കന്റെ വാല്യൂ എന്ത് ചെയ്യുക, കൃത്യമായി നിങ്ങൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ഇത് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പീരിയൻസിന്റെ പുറത്താണ്, വർഷങ്ങളായിട്ടുള്ള ക്രിപ്റ്റോ മേഖലയിലുള്ള എക്സ്പീരിയൻസിന്റെ പുറത്താണ്. ഞാൻ ജസ്റ്റ് മെറ്റാഫോഴ്സ് അല്ലെങ്കിൽ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അല്ല ഞാൻ ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. 2016 17 തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാം കൃത്യമായിട്ടൊരു ജെനുവിൻ കമ്മ്യൂണിറ്റി ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാമിന്റെ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു പ്രൈസ് ഹൈപ്പിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണം നിങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ എംപവർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഉള്ളത് മെറ്റാഫോഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ആണ്. അതിന്റെ ക്രിപ്റ്റോ ടോക്കൺ $0.25 മാർക്കറ്റിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ $2 മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ലഭിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് അതൊരു 18 രൂപ വാല്യൂല് കിട്ടിയതാണ്. പക്ഷെ അതിപ്പോ നിൽക്കുന്നത് അതിനേക്കാൾ 10 ഇരട്ടിയിലാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവാം. ഓക്കെ, ഇവിടെ കിട്ടിയിട്ടുള്ള നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും കിട്ടിയിട്ടുള്ള ക്രിപ്റ്റോ ടോക്കൺ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് $1.5 ഓക്കെ, $1.5 വരുന്ന ആ ഒരു ക്രിപ്റ്റോ ടോക്കൺ കൺഫേം ആയിട്ട് അതിന്റെ നല്ല രീതിയിൽ ഒരു പ്രൈസ് ഹൈപ്പിലേക്ക് എത്തുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഇപ്പോൾ മാത്രമാണ് ഈ ഒരു ക്രിപ്റ്റോ ടോക്കൺ ഏൺ ചെയ്യാനുള്ള അവസരം ഉള്ളത്. ഓക്കെ, ആ അവസരം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം ടോക്കൺസ് നമുക്ക് നേടിയെടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നിലവിൽ $1050 വരെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ 1050 ടോക്കൺസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം റെഫറൻസ് കൂട്ടിക്കൊണ്ട് അതിലൂടെ നമുക്ക് 25% വെച്ച് അഡീഷണൽ ടോക്കൺസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഏൺ ചെയ്തെടുക്കാനുള്ള അവസരമുണ്ട്. നമ്മുടെ പ്രീമിയം സ്മാർട്ട് കോൺട്രാക്ട് വരുന്ന സമയത്ത് അതിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ കൂടുതൽ ടോക്കൺസ് ഏൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എല്ലാ വ്യക്തികളും ഏറ്റവും മിനിമം ടാർഗറ്റ് ഇടേണ്ടത് ഒരു 10,000 ടോക്കൺ എങ്കിലും കയ്യിലുള്ള വ്യക്തികളായിട്ട് മാറണം എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. 10,000 ടോക്കൺ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്ന സമയത്ത് $1 ആ ടോക്കന്റെ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം 9,40,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടോക്കന്റെ വാല്യൂ മാത്രം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ ഒരു 10,000 ടോക്കൺ ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ USDT എന്ന് പറയുന്ന നമുക്ക് ആ ഒരു ടെതർ എന്ന് പറയുന്ന ആ ഒരു ക്രിപ്റ്റോ ടോക്കൺ എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടിയിട്ടുള്ള ക്രിപ്റ്റോ ടോക്കണുകളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു അസറ്റായി കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ എംപവർ കമ്മ്യൂണിറ്റിയിലൂടെ നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.